സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് ഭക്തരായി ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദയാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ ബലിപെരുന്നാളിന് ശേഷം ഒരു വെള്ളിയാഴ്ച നാം കൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, ദുൽഹിജ്ജ മാസം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മാസമാണ്. അതിലേറെ ഒരു വലിയ പ്രവാചകൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അഴവിറക്കുന്ന ഒരു കാലം കൂടെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ധീര പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ധൈര്യശാലികളായ കുടുംബങ്ങളും നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരു ഉൾപ്പുളകമായി കടന്നു വരുന്ന ഒരു മാസം കൂടെയാണ് ദുൽഹിജ്ജ എന്ന് പറയുന്നത്. ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ബലിപെരുന്നാളിലൂടെയും അതിൻ്റെ മുൻപുള്ള ഖുത്ബകളിലൂടെയൊക്കെ നമ്മൾ കേട്ടതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ചരിത്രം എന്ന് പറഞ്ഞാൽ? പലപ്പോഴും നമുക്കൊക്കെ ചരിത്രം കേൾക്കാനും അത് ആസ്വദിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. ശരിക്കും എന്താണ് ചരിത്രം എന്ന് പറഞ്ഞാൽ? ചരിത്രം എന്ന് പറഞ്ഞാൽ അത് വായിക്കാനും എഴുതി വെക്കാനും മാത്രമുള്ള ഒന്നല്ല ചരിത്രം എന്നുള്ളത്. അതിലേറെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ചരിത്രം എന്ന് പറയുന്നത്. എന്നാൽ ദാർശനിക ചിന്തകന്മാർ പറയുന്നത് ചരിത്രത്തിൽ നിന്ന് ആരും പ്രത്യേകിച്ചൊന്നും പഠിക്കുന്നില്ല, അതല്ലെങ്കിൽ ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കുടുംബവും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യാരംഭം മുതൽ മരണം വരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകൾ അത് മാതൃകാധന്യമായിരുന്നു നമുക്ക്. അതല്ലെങ്കിൽ ആസ് എ റോൾ മോഡൽ, നമുക്കൊരു റോൾ മോഡൽ എന്ന് പറയാൻ കഴിയുമാ രീതിയിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു വലിയ മനുഷ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. സത്യവിശ്വാസി എന്ന നിലക്ക്, അതല്ലെങ്കിൽ മുസ്ലിം എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു ഗ്രഹനാഥൻ എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന നിലക്ക്, ഒരു ഇണ എന്ന നിലക്ക്, ഇതിലെല്ലാം ഇന്ന് നമുക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടു പോയത്, അതെല്ലാം ആ പ്രവാചകനിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു 2 പേരുകൾ കൊണ്ടാണ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. ഒന്ന് ഷാക്കിർ എന്നായിരുന്നു, മറ്റൊന്ന് ഖലീൽ എന്നുള്ളതായിരുന്നു. ആ 2 വാക്കുകൾ അദ്ദേഹത്തിന് ഒരു മാസം കൊണ്ട് അള്ളാഹു കൊടുത്ത പേരല്ല, അതല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അള്ളാഹു കൊടുത്ത പേരല്ല, ഒരു ആയുസ്സിന്റെ വിശേഷണമായിരുന്നു ആ 2 നാമങ്ങൾ എന്നുള്ളത്. ഒരു ആയുസ്സിന്റെ സവിശേഷതയായിരുന്നു ആ നാമം എന്നുള്ളത്. ഒരു ആയുസ്സിൽ അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് എന്നുള്ളത്, ആ 2 നാമങ്ങൾ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹു ഒരു ജീവിതം ഇങ്ങനെ തീർന്ന് പോകുമ്പോൾ എന്ത് നാമമാണ് അള്ളാഹു നമുക്ക് നൽകുക, അല്ലെങ്കിൽ എന്ത് സർട്ടിഫിക്കറ്റാണ് അള്ളാഹു നമുക്ക് നൽകുക? അള്ളാഹു നമുക്കൊക്കെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ വളരെ സക്രിയമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. ഏറ്റവും ഭംഗിയായി ആരാണ് ജീവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഈ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം ആ ആയത്തിന് തുല്യമായ പ്രവർത്തനമായിരുന്നു ഇബ്രാഹിം നബി കാഴ്ചവെച്ചത് എന്നുള്ളതായിരുന്നു. നമ്മളെ അപേക്ഷിച്ച് ഇബ്രാഹിം നബിക്ക് വലിയ അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. നല്ലൊരു ബാപ്പാണ് ഇബ്രാഹിം നബിക്ക് കിട്ടിയിട്ടില്ല.
നല്ലൊരു ഭരണാധികാരിയെ കിട്ടിയിട്ടില്ല. നമുക്കറിയാം NRC-യുടെയും CA-യുടെയൊക്കെ നിയമങ്ങൾ പാസ്സാക്കിയ സമയത്ത് നമ്മളൊക്കെ ഭയപ്പെട്ടിരുന്നു. പുതിയ ഒരു ഭരണം വന്നപ്പോഴാണ് നമ്മളൊക്കെ ഒരു തൃപ്തിപ്പെട്ടത്. നമ്മളൊക്കെ നല്ലൊരു ഭരണാധികാരി ഒരു രാജ്യത്ത് കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസമാണ്. അതുപോലും ഇബ്രാഹിം നബിക്ക് ലഭിച്ചിട്ടില്ല. പ്രബോധന ദൗത്യം വളരെ തീക്ഷണമായ ദൗത്യമായിരുന്നു ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നത്. ഇവിടെയെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നമുക്കൊരു മാതൃകാധന്യമായ ഒരു ജീവിതം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന സമയത്ത് ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ പ്രവാചകന്റെ മേൽ മക്കാ മുശ്രിക്കുകളായ ആളുകൾ പ്രവാചകന്റെ മേലിട്ടത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ഫാത്തിമ ബീവി അവരോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പിതാവ് നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണോ? ഇതേ ചോദ്യമാണ് ഇബ്രാഹിം നബിയെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ചരിത്രം ആ ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു ശരീര ഉപദ്രവങ്ങളും നിങ്ങളോട് ചെയ്തിട്ടില്ല, പിന്നെ എന്തുവാണ് നിങ്ങൾ എന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ജീവിതം കൊണ്ട് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഭാഗമായിരുന്നു തവക്കുൽ എന്നുള്ളത്. വലിയ തവക്കുലായിരുന്നു ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നത്. അള്ളാഹുവിനെ നേർക്കുനേരെ ജീവിതം കൊണ്ട് ഇബ്രാഹിം നബി കാണിച്ചു തന്നു എന്നുള്ളതാണ്. അത് ഇന്നത്തെ പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്കും ജീവിതം അവസാനിക്കുന്ന പുതിയ തലമുറ, അവർക്ക് മുൻപിൽ ഇബ്രാഹിം നബി ഒരു മാതൃകയായിരുന്നു. തവക്കുലിന്റെ വലിയ പാഠമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാണിച്ചു തന്നത്. മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ നിന്നപ്പോഴും ആ കൈയൊന്ന് വിറച്ചുപോയില്ല. എന്താണത്? അസാദൃശ്യമായ ഈമാനായിരുന്നു. അത് അസാധാരണമായ സത്യവിശ്വാസമായിരുന്നത്. അല്ലാഹ് എന്നതിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു അതിനുള്ള കാരണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖലീലായിട്ട് തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അങ്ങേയറ്റം തവക്കുലായിരുന്നു പ്രിയപ്പെട്ടവർ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ചരിത്രത്തിൽ ചില പ്രവാചകന്മാരുടെ സംഭവങ്ങൾ നോക്കൂ നിങ്ങൾ. കടൽ രണ്ടായി പിളരുക എന്നുള്ളത് ഒരു ഭൗതികമായ ഒരു സംഗതിയല്ല. കടൽ രണ്ടാവുക എന്നുള്ളത് ഒരു പ്രകൃതി നിയമമല്ല. എന്നാൽ മൂസാ നബിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിന് കാരണം? അതൊരു വലിയ തവക്കുലിന്റെ പാഠമായിരുന്നു എന്നുള്ളതാണ്. തിമീങ്കലം വിഴുങ്ങിയ ഒരാളെ അതേ തിമീങ്കലം തന്നെ പുറന്തള്ളുക എന്നുള്ളത് നടക്കാത്തൊരു സംഗതിയാണ്. അതാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിലുള്ളത്. 3 ഇരുട്ടിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോയത്. ഒന്ന് രാത്രിയുടെ ഇരുട്ട്, തിമീങ്കലത്തിന്റെ വയറ്റിനുള്ളിലെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്. ആ 3 ഇരുട്ടുകളിലേയും അദ്ദേഹം രക്ഷപ്പെട്ടു പോയി. വനാദാ ഫി ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്, നീ അല്ലാതെ ഒരാളില്ല. പടച്ചവനെ നേർക്ക് നേരെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അസാധാരണമായ തവക്കുലായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനെ പേടിയുണ്ടാകുമ്പോൾ മറ്റൊന്നിനെയും പേടിയില്ലാത്ത നിർഭയത്വമുള്ള ഒരു ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു. ഫലാ തഖ്ശൂഹും ഫഖ്ശൂനി, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെട്ടാൽ മതി എന്നുള്ളതാണ്. അള്ളാഹുവിനെ പേടിക്കുമ്പോൾ മറ്റൊന്നിനെയും പേടിയില്ല എന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാണിച്ചു തന്നത്. അള്ളാഹിനെ പേടിക്കുമ്പോൾ മറ്റൊന്നിനെയും എനിക്ക് പേടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷാക്കിറൻ ലി അൻഉമിഹി എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. ജീവിതം കൊണ്ട് ഒരു കൂറുള്ള ഒരു അടിമയായി ഇബ്രാഹിം നബി മാറി എന്നുള്ളതാണ്. ഒരു കൂറുള്ള അടിമയായിട്ട് മാറി. അടിമയായ ഒരു മനുഷ്യനാണ് ചങ്ങാതിയായി മാറിയത്. അതാണ് അത്ഭുതം. അടിമയായ ഒരു മനുഷ്യനാണ് നമ്മളൊക്കെ. അടിമയായ ഒരു മനുഷ്യന് ഉടമയായ പടച്ച റബ്ബിന്റെ ചങ്ങാതിയായി മാറുന്നത് എങ്ങനെയാണ്? അതൊരു ആയുസ് കൊണ്ട് അല്ലാഹു നൽകിയ ഒരു നാമമായിരുന്നു അത് എന്നുള്ളതാണ്. അപ്പൊ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചില ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ലഭിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ആ ചരിത്രം നമ്മുടെ ജീവിതത്തിന്റെ മാതൃകായോഗ്യമായ ജീവിതമായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതാണ് ചരിത്രം എന്നുള്ളത്. ഓടാൻ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി അവന്റെ ഒരു കാല് പിറകിലോട്ടായിരിക്കും വെച്ചിരിക്കുക. എന്തിനാ പിറകിലോട്ട് വെക്കുന്നത്? ആ പിറകിൽ നിന്നുള്ള ഊർജമാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതേ അർത്ഥമാണ് ചരിത്രം എന്നുള്ളത്.
പിറകിൽ നിന്നുള്ള ഊർജമാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരുപാട് ഹൃദ്യമായ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓരോ പ്രാർത്ഥനകൾ നമ്മളൊരു നോട്ട്ബുക്കിൽ എഴുതി നോക്കൂ നിങ്ങൾ. അതിൽ ഒരു പ്രാർത്ഥന ഇന്നത്തെ സമൂഹത്തിനുണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമുള്ള പ്രാർത്ഥനയായിരിക്കും. ഇബ്രാഹിം നബിന്റെ ഓരോ പ്രാർത്ഥനകൾ നമ്മൾ ഇങ്ങനെ എഴുതി നോക്കൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരുന്നത്. വജഅലനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. വല്ലാത്ത പ്രാർത്ഥനയാണത്. വജഅലനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, വരാനിരിക്കുന്ന തലമുറക്ക് നീ എന്നെ കുറിച്ച് നല്ലത് പറയണമേ എന്ന് പറയാം. നമ്മളൊക്കെ മരിച്ചു പോയാലും ഒരാൾ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ കഴിയുന്ന ജീവിതമായിരിക്കണം നമ്മുടേത്. ഓന്റെയൊക്കെ ജീവിതം നമ്മളോട് പറയണ്ട, ആ ഒരു ജീവിതം ആവരുത്. അതാ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന ദാ ഇന്ന് നമ്മൾ സുന്നത്ത് നമസ്കരിച്ചപ്പോൾ പോലും ആ പ്രവാചകനെ ഓർത്തു എന്നുള്ളതാണ്. അതായിരുന്നു ആ പ്രാർത്ഥന. വജഅലനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. വരും തലമുറക്ക് നീ എന്നെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണേ എന്നുള്ളത്. നമ്മൾ മാത്രമാണോ? ക്രൈസ്തവരായ ആളുകൾ അവർ പോലും ഓർക്കുകയാണ് ആ പ്രവാചകനെ കുറിച്ച്. നല്ല ഓർമ്മകൾ ബാക്കിയാവുന്ന ഒരു ജീവിതമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരിക്കേണ്ടത്. നല്ലൊരു ജീവിതം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. കുടുംബത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അതിനനുസരിച്ച് കൊണ്ടുപോയി. മകനെ കഅബയുടെ എടുത്ത് താമസിച്ചെടുത്ത് പണ്ഡിതന്മാർ എഴുതി വെക്കുന്നുണ്ട്. എന്തിനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പള്ളിക്ക് സമീപം വീടുണ്ടാക്കി അവിടെ താമസിപ്പിച്ചതെന്നോ? മുറപ്രകാരം നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കളെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ, വ്യത്യസ്ത കലാലയങ്ങളിലെ ക്യാമ്പസുകളിൽ നമ്മൾ കൊണ്ടുപോയാക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ നോക്കാറുണ്ട്. എല്ലാം നമ്മൾ നോക്കാറുണ്ട്. അവനവിടെയുള്ള നല്ല ഭക്ഷണം നമ്മൾ നോക്കാറുണ്ട്. നല്ല ഹോസ്റ്റൽ സംവിധാനം നമ്മൾ നോക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ മകൻ താമസിക്കുന്നിടത്ത് ഒരു പള്ളിയുണ്ടോ എന്ന് എത്ര പേർ നോക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഓരോ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ നിന്നൊക്കെ ഇന്നത്തെ പുതിയ തലമുറക്ക് കിട്ടേണ്ട ഒരു നല്ല മെസ്സേജ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ തിരുദൂതൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും വിശുദ്ധ ഖുർആൻ പറയുന്നത് മില്ലത്ത് ഇബ്രാഹിം സ്വീകരിക്കണം എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. വമൻ യർഅബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്വയം വിഡ്ഢിയായവനല്ലാതെ ആരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തെ വെറുക്കുക എന്നുള്ളതാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ, ഈ ദുനിയാവിൽ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. വ ഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, വരാനിരിക്കുന്ന ലോകത്ത് സ്വാലിഹികളുടെ കൂടെ ആയിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് പടച്ച റബ്ബ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കേണ്ട വളരെ സുന്ദരമായ ഒരു ഭാഗമാണ് ഖുർആൻ പിന്നീട് അവിടെ അവതരിപ്പിക്കുന്നത്. ഇത് ഖാല റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ റബ്ബ് പറഞ്ഞത് നീ മുസ്ലിം ആവണം എന്നുള്ളതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം എന്ന് പറഞ്ഞാൽ? അവിടെയാണ് ഇബ്രാഹിം നബി പറയുന്നത് ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ഇതാ മുസ്ലിം ആയിരിക്കുന്നു. മുസ്ലിം ആവുക എന്നുള്ളത് ജാതി മത പ്രവേശനത്തിലേക്കുള്ള ഒന്നല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ, ഒരാൾ ഷഹാദത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് അർത്ഥം. ഷഹാദത്ത് ചൊല്ലാൻ വളരെ എളുപ്പമാണ്, മുസ്ലിം ആവുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. പക്ഷേ മുസ്ലിമായി കൊണ്ടിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. മുസ്ലിം ആവുക എന്നുള്ളത് വളരെ എളുപ്പമാണ്, ഷഹാദത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. പക്ഷെ ആ ഷഹാദത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല എന്നുള്ളതാണ്. ഒരായുസ്സിൽ നിർവഹിക്കേണ്ട ഒന്നാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല ഷഹാദത്ത്. ജീവിതത്തെ നേർക്കുനേരെ പടച്ചവനെ കാണുക എന്നുള്ളതാണ് ഷഹാദത്ത്. അത് കണ്ടതായിരുന്നു ഇബ്രാഹിം നബിയുടെ ജീവിതം. എല്ലാവിധ പരീക്ഷണങ്ങളിലും വിജയിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ. എങ്ങനെയാണ് ഹാജറ ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവമായി മാറിയത്? എങ്ങനെയാണ് മാറിയത്? അവിടെയാണ് ആ കുടുംബത്തിന്റെ തീക്ഷണമായ പ്രതിരോധങ്ങളെ നമുക്ക് കാണാൻ കഴിയുക. അത്ഭുതമായിരുന്നു ജീവിതം.
നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത അത്ഭുതമായിരുന്നു ഇബ്രാഹിം നബിയുടെ ജീവിതം എന്നുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ടത് പടച്ചോന് കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാല്. അതാണ് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാല്. ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇബ്രാഹിം നബി കൊടുത്തത്. മകൻ എന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആനന്ദവും സന്തോഷവും നൽകുന്ന ഒന്നാണ് മക്കൾ എന്നുള്ളത്. അല്ലെ, മക്കൾ ടൂർ പോയാൽ നമ്മൾ പറയും വേഗം ഒന്ന് വന്നാൽ മതിയായിരുന്നു, ബേജാറാണ് നമുക്ക്, അല്ലെ? എന്നാൽ ഇതാണ് പടച്ചോന് കൊടുത്തത്. നമുക്ക് കഴിയുന്നുണ്ടോ? ഹയ്യാല സ്വലാത്ത്, ഹയ്യാലൽ ഫലാഹ് എന്ന വിളിനാദം കേൾക്കുമ്പോൾ, നമസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ എന്ന് പറയുമ്പോൾ, നമുക്ക് പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹമായ വാഹനമെടുത്ത് സുബഹിയുടെ ജമാഅത്തിലേക്ക് പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവനാണ് മുസ്ലിം. അവനാണ് മുസ്ലിം. നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് എത്ര പേർക്ക് സുബഹിയുടെ ജമാഅത്തിന് പോകാൻ സാധിച്ചു? ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് പലപ്പോഴും നമ്മുടെ ജമാഅത്തുകൾ നഷ്ടപ്പെട്ടുമ്പോൾ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇബ്രാഹിം നബി നമ്മുടെ ജീവിതത്തിൽ മാതൃകയാവുന്നുണ്ടോ എന്നുള്ളത്. കഴിയുന്നുണ്ടോ നമുക്ക്? സമ്പത്ത് വാരിക്കൂട്ടുന്ന ഓട്ടത്തിലാണ് നമ്മൾ. ലോട്ടറി എടുത്തിട്ടും പലിശക്ക് കൊടുത്തിട്ടും എല്ലാം നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ ആലോചിച്ച് നോക്കണം, നമ്മൾ നമ്മുടെ സാമ്പത്തിക ഇടപാട് എത്ര പരിശുദ്ധമായിട്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പടച്ച റബ്ബിന് കൊടുക്കേണ്ടത്. ആയുസ്സും ധനവും മക്കൾ, ഇതായിരുന്നു ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നത്. ആയുസ് കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചു ഒരു നല്ല ഷാക്കിറാണ്, ഒരു കൂറുള്ള അടിമയാണ് എന്നുള്ളത്. ധനവും മക്കളെയും എല്ലാം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഇബ്രാഹിം നബിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് സാധിക്കണം അതിന്, നമുക്ക് കഴിയണം അതിന്. നമ്മുടെ നമസ്കാരത്തില് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് എവിടെ നിന്ന് യാത്ര പോവുകയാണെങ്കിലും, ഞാൻ എൻ്റെ ഏത് വിനോദസഞ്ചാരത്തിലായിരുന്നാലും പള്ളി കാണുന്നുണ്ടോ ഞാൻ നമസ്കരിക്കുന്നവനായി മാറണം. അപ്പോഴാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം കേൾക്കാൻ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ, നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ നമുക്ക്. അതല്ലാതെ ഇബ്രാഹിം നബി ഒരു സംഭവമാണെന്ന് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് കിട്ടേണ്ട ചില പാഠങ്ങൾ അതിങ്ങനെ പറിച്ചെടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത് നമുക്ക് പറിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. പടച്ചോന് നമ്മളോട് ചോദിക്കുന്നത് ചിലപ്പോൾ സമയമായിരിക്കും നമ്മുടെ. ആ സമയം പടച്ചോന് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാ ഇബ്രാഹിം നബി കൊടുത്തത്. ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണോ, ഏറ്റവും ആനന്ദിപ്പിക്കുന്നത് ഏതാണോ, ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഏതാണോ, അത് പടച്ചോന് കൊടുക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമായിട്ട് മാറുക. അത് പടച്ചോന് കൊടുക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമായിട്ട് മാറുക. അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. സമയം പടച്ചോന് മാർഗത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. പലരും പറയുന്നത് എന്താ, മൗലവി സമയമല്ല എന്ന് പറയാം. പൈസ വെക്കുമ്പോൾ നമ്മൾ പറയും ഒരു ഓലിക്കൊക്കെ കൂടിക്കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പൈസ അല്ല എന്ന് പറയും. പലപ്പോഴും നമ്മൾ പലതിൻ്റെയൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാറുണ്ട് നമ്മൾ. ഇവിടെയാണ് ഇബ്രാഹിം നബിക്ക് നമ്മൾ മാതൃകയാവേണ്ടത്. എൻ്റെ ജീവിതത്തിൽ 5 നേരം നമസ്കാരം അത് കൃത്യമായിട്ട് എനിക്ക് പടച്ചോന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സമ്പത്തും ധനവും നമുക്ക് ഏറ്റവും പ്രിയമുള്ളത് ഏതാണോ അത് ഒരാൾക്ക് കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. അനുസരണയാണ് യഥാർത്ഥത്തിൽ പടച്ചോനോടുള്ള ഏറ്റവും ഇഷ്ടത്തിന്റെ ഒന്ന് എന്നുള്ളത്. അനുസരണയാണ് പടച്ചോനോടുള്ളത്. അതല്ലേ ഹജ്ജ് പഠിപ്പിക്കുന്നത്. അതാണ് ഹജ്ജ് പഠിപ്പിക്കുന്നത്. ആ സമർപ്പണത്തിന്റെ വലിയ ഭാഗമാണ് ഹജ്ജ്. അതിലോരോ കർമ്മങ്ങൾ എടുത്തു നോക്കും നിങ്ങൾ. ചിലപ്പോൾ നടക്കുന്നു, ചിലപ്പോൾ ഓടുന്നു, ചിലപ്പോൾ കല്ലെറിയുന്നു, ചിലപ്പോൾ ഇവിടെ നിന്ന് നിസ്കരിക്കേണ്ട അവിടെ നിന്ന് നിസ്കരിച്ചാൽ മതി, ചിലത് ഇവിടെ താമസിക്കേണ്ട അവിടെ താമസിച്ചാൽ മതി. എന്താണത്? അനുസരണയാണത്. അനുസരണയാണത്. പടച്ചോൻ അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരണത്തിന് ഒരാൾ വിധേയനാവുക എന്നുള്ളതാണ് ഹജ്ജ് പഠിപ്പിക്കുന്ന ഭാഗം. ആ അനുസരണയാണ് നമുക്കുണ്ടാവേണ്ടത് പടച്ചോനിൽ. ആ അനുസരണ ഒരാൾ ഉണ്ടാവുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി എന്ന് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും വിനയാനിതനായി മാറിയ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ചന്തയിൽ പോയിട്ടൊരു അടിമയെ അദ്ദേഹം വാങ്ങി വന്നു. ആ അടിമ അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കുന്നില്ല. അടിമയോട് അദ്ദേഹം ചോദിച്ചു, എന്താണ് താങ്കൾക്ക് ഭക്ഷണം വേണ്ടതെന്ന് ചോദിച്ചു. അടിമ പറഞ്ഞു, താങ്കൾ എൻ്റെ യജമാനനാണ്, താങ്കൾ എന്ത് ഭക്ഷണം നൽകിയാലും ഞാനത് ഭക്ഷിക്കും. എന്താണ് നിങ്ങൾക്ക് പാനീയം വേണ്ടത്? താങ്കൾ എൻ്റെ യജമാനനാണ്, താങ്കൾ ഏത് പാനീയം നൽകിയാലും ഞാനത് കുടിക്കും. താങ്കൾക്ക് ഏത് വസ്ത്രമാണ് വേണ്ടത്? താങ്കൾ ഏത് വസ്ത്രം നൽകിയാലും ഞാനത് സ്വീകരിക്കും. ഇബ്രാഹിം അദ്ദേഹം ദുനിയാവാണ് വലുത് എന്ന് കരുതി ജീവിച്ച ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കിടന്നിറങ്ങുമ്പോൾ ആലോചിക്കുകയാണ്, കേവലം ഞാൻ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയ ഒരു അടിമ, ആ അടിമ ഇവിടുത്തെ യജമാനനായ എന്നോട് എത്രയാണ്
അനുകമ്പ കാണിക്കുന്നത്. അങ്ങനെ അദ്ദേഹം കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹം ആലോചിച്ച് നോക്കുകയാണ്, എന്നാൽ ഇതിനെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള യജമാനനുണ്ട്. ആ യജമാനനോട് ഞാൻ എത്രത്തോളമാണ് വിധേയനായി നിൽക്കേണ്ടത് എന്ന് അദ്ദേഹം ആലോചിച്ചുകൊണ്ട് പിന്നെ ഏറ്റവും ഭക്തിയുള്ളൊരു ജീവിതത്തിലേക്ക് അദ്ദേഹം പോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആനന്ദങ്ങൾ ഇതെല്ലാം പടച്ച റബ്ബിങ്കലേക്ക് നൽകുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഴിയെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുക. അങ്ങനെ വഴിയെ സഞ്ചരിച്ച് നല്ല ഭക്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അതിനനുസരിച്ചുള്ള ജീവിതം ക്രമപ്പെടുത്താനും അതിനനുസരിച്ചുള്ള ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെ കാണാനും നമുക്ക് സാധിക്കുകയാണെങ്കിലാണ് ഈ ഹജ്ജും ഈ ബലിപെരുന്നാളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറെ സ്വാധീനിക്കപ്പെടുന്ന ഒന്നായി മാറുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലേക്കുള്ളൊരു ജീവിതം കാഴ്ചവെക്കാനുള്ള, അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന യഥാർത്ഥ ഭക്തരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.